RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫുട്ബോൾ പ്രേമികളോട് ഈ ഫിഫ ചെയ്യുന്നത് വല്ലാത്തൊരു കടുങ്കൈ തന്നെയാണ് കേട്ടോ. എന്താ കാരണം എന്നാൽ ഇതുവരെ പ്രാഥമിക റൗണ്ടുകളും കാര്യങ്ങളൊക്കെയാണ്. റൗണ്ട് ഓഫ് 32 കടക്കുമ്പോഴേക്കും ഇവരൊരു ഗ്യാപ്പ് ഇട്ടിട്ട് കളി വെക്കുന്നു വിചാരിച്ചു. ഇതിപ്പോ ഇന്ന് രാത്രി 10:30 ആദ്യ മത്സരം 32-ല് ഒരു മത്സരം ഇപ്പൊ കഴിഞ്ഞു. സൗത്ത് ആഫ്രിക്ക വേഴ്സസ് കാനഡ 1-0 അവസാന ഇഞ്ചുറി ടൈമിന്റെ അവസാന മിനിറ്റിൽ നേടിയ ഗോളിൽ കളിച്ചത് സൗത്ത് ആഫ്രിക്ക ആണെങ്കിലും ജയിച്ചത് കാനഡ ആയിപ്പോയി. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ്, ഇത് ഇങ്ങനെയാണ്. 90 മിനിറ്റിൽ ആർക്കാണ് ഗോൾ അടിക്കാൻ പറ്റുക അവർക്കാണ് വിജയിക്കാൻ പറ്റുള്ളൂ. ഒരു ത്രില്ലിംഗ് മത്സരമായിരുന്നു. വേൾഡ് കപ്പിൽ തന്നെ ഒരു 32 എന്താ പറയുക ചൂട് പിടിക്കാൻ വേൾഡ് കപ്പിന്റെ ആ ഒരു ഇതിലേക്കാണ് ആ കളി കടന്നു പോയിരിക്കുന്നത്. അപ്പൊ ഇനി എല്ലാവരും കാത്തിരിക്കുന്ന മത്സരം എന്ന് പറഞ്ഞാൽ ബ്രസീൽ വിസസ് ജപ്പാനാണ്. ബ്രസീൽ ജപ്പാൻ അട്ടിമറിക്കും എന്നുള്ള ഒരൊറ്റ ചോദ്യമാണ് ഇപ്പോൾ ഫുള്ളായിട്ട് ഫുട്ബോൾ ലോകത്ത് പരന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്താണെന്നുള്ള ഉത്തരം നിങ്ങൾ കമന്റ് കമന്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മത്സരം നടക്കുന്നത് ഇന്ന് രാത്രി 10:30 അപ്പോൾ 12:30 ഇന്ന് അതേ സമയം 12:30 12:30 സോറി 2 മണിക്ക് ഇന്ത്യ സമയം 2 മണിക്ക് ഞാൻ UAE സമയമായിട്ട് മാച്ച് ആയപ്പോൾ 12:30 പറഞ്ഞാണ്. അതിൽ ജർമ്മനി വിസസ് പരാഗ്വേ മത്സരമുണ്ട്. അത് കഴിഞ്ഞിട്ട് പുലർച്ചയ്ക്ക് നെതർലാൻഡ് വിസസ് മൊറോക്കോ 6:30. ഉറങ്ങണ്ടോ? അല്ല, ഉറങ്ങണ്ടേ ചോദിക്കുക. ഇത്ര ദിവസം ഉറക്കമൊക്കെ പോയി, അത് വേറെ വിഷയം. ഇനിയിപ്പോൾ റൗണ്ട് ഓഫ് 32-ല് വരുമ്പോൾ 16 വരുമ്പോൾ ഓരോ മത്സരങ്ങൾ അല്ലെങ്കിൽ ഒരു 2 മത്സരങ്ങളൊക്കെ വെക്കുക. ഇതിപ്പോ ഒരു ദിവസം ഇനിയിപ്പോൾ വൈകിട്ട് മത്സരമുണ്ട്. ഡ്യൂട്ടിക്കൊന്നും വേണ്ടി രാവിലെ കിടന്ന് ഉറങ്ങേ എന്താണ് ഈ മത്സരങ്ങളൊക്കെ മിസ് ചെയ്യാൻ പറ്റും. അതും ഈ വേൾഡ് കപ്പിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 2 മത്സരങ്ങളാണ്. ഒന്ന് മൊറോക്കോ വിസസ് നെതർലാൻഡും അതിന്റെ ഇടയിൽ ബ്രസീൽ വിസസ് ജപ്പാൻ. എന്താ പറയുക, വമ്പന്മാര് ഒരു ടീം പുറത്തു പോകും. അപ്പൊ ഈ ഒരു മത്സരം കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്താ? അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുന്ന വലിയ ഒരു കടും കൈയായി പോയി. എന്താ പറയാ, നിങ്ങൾക്ക് ഒരു ടൈം അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടോ? രാത്രി 10:30 ഒരു കളി, അത് കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങാന്ന് വിചാരിച്ച 2 മണിക്ക് വീണ്ടും കളി. ഉറക്കം വരുമോ? ജർമ്മനിയുടെ കളി ഫാൻസുകാർക്ക് ഉറക്കം വരും ആ കളി കാണാണ്ട്? ബ്രസീലിന്റെ കളി എന്തായാലും ഇന്ന് കാണും. അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പുലർച്ചയ്ക്ക് മൊറോക്കോന്റെ നെതർലാൻഡ് കളി, അതെന്തായാലും മിസ് ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ രാവിലെ എണീക്കേണ്ട സമയം ഇങ്ങനെ പറയാം. ഒന്നില്ലെങ്കിൽ രാത്രി ബ്രസീലിന്റെ കളി മിസ്സാക്കണം, അതെന്തായാലും മിസ്സാക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ഞാൻ കണ്ടിരിക്കുന്നപ്പോ ജർമ്മനിയുടെ കളി ഒന്ന് സ്കിപ്പ് ചെയ്താലോന്നാണ്. എല്ലാം ഉറങ്ങണ്ടേ മനുഷ്യന്മാർക്ക്. അപ്പോ ഇവരുടെ ഗ്രൂപ്പ് സ്റ്റേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞാല് ബ്രസീൽ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് മത്സരത്തിൽ മൊറോക്കോ ആയിട്ട് 1-1 സമനില. അടുത്ത മത്സരത്തിൽ ഹെയ്ത്തിയെ പരാജയപ്പെടുത്തിയിട്ടാണ്. അതിനുശേഷം സ്കോട്ട്ലാൻഡിനെ പരാജയപ്പെടുത്തി. അതൊക്കെ ഗംഭീര വിജയം വിജയിച്ചിട്ടാണ് വരുന്നത്. ജർമ്മനിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആദ്യ മത്സരത്തിൽ ആ ഒരു കുഞ്ഞൻ ടീമിനെ, കുറസാവോ എന്ന് പറയുന്ന കുഞ്ഞൻ ടീമിനെ 7-1 പരാജയപ്പെടുത്തി. അടുത്ത മത്സരം നോക്കിക്കഴിഞ്ഞാൽ ഐവറി കോസ്റ്റ് ആയിട്ട് 2-1 രക്ഷപ്പെട്ടു. എന്താ പറഞ്ഞാൽ ഐവറി കോസ്റ്റ് ആണ് ആദ്യ ഗോൾ നേടുന്നത്. പിന്നെ ജർമ്മനിയുടെ തിരിച്ചു വരവ് കണ്ടത്. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ അത്ര വലിയ പെർഫോമൻസ്, നല്ല പെർഫോമൻസ് അവസാനം ഒരു 10-20 മിനിറ്റ് മിന്നും ഫോമിൽ ജർമ്മനി കളിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ജർമ്മനി 2-1 വിജയിച്ചു. അതിനുശേഷം ഇക്വഡോറിന്റെ കൂടെ 2-1 പരാജയപ്പെട്ടു. ഇക്വഡോറിന് വിജയിക്കണമായിരുന്നു ആ മത്സരം. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിക്ക് കളിച്ചു. നല്ല രീതിയിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് കയറണമെങ്കിൽ ജർമ്മനിയെ പരാജയപ്പെടുന്നത്. അങ്ങനെ ജർമ്മനിയെ നെട്ടിച്ചുകൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് ജർമ്മനിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ 2 മത്സരങ്ങൾ വിജയിക്കുകയും ഒരു മത്സരത്തിൽ പരാജയപ്പെട്ട് 6 പോയിന്റ്, 10 ഗോളുകൾ അടിച്ചപ്പോൾ 4 ഗോളുകൾ വഴങ്ങിയിട്ടാണ് ഗ്രൂപ്പിൽ. അപ്പൊ നമുക്ക് അടുത്ത നെതർലാൻഡ് വിസസ് മൊറോക്കോ. നെതർലാൻഡും മൊറോക്കോയും തമ്മിൽ കളി വരിക എന്ന് പറഞ്ഞാൽ അവര് എന്താ പറയാ, ആ ഒരു ഗ്രൂപ്പ് തന്നെ, ആ ഗ്രൂപ്പിൽപ്പെട്ടവരൊക്കെ, നെതർലാൻഡ് ഗ്രൂപ്പിൽപ്പെട്ടവരൊക്കെ കുടുങ്ങി എന്ന് പറയാം. നെതർലാൻഡ് ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജപ്പാന്, സ്വീഡന്. ജപ്പാന് കിട്ടിയത് ആരാണ് അറിയാലോ. അപ്പൊ നെതർലാൻഡ് 3 കളിയിൽ നിന്ന് 7 പോയിന്റാണ്. ജപ്പാനായിട്ടുള്ള സമനില, അതിനുശേഷം സ്വീഡനായിട്ട് ഒരു കിടിലൻ വിജയം, ടുണീഷ്യായിട്ട് ഗംഭീര വിജയം, അങ്ങനെ നേടിയിട്ട് 7 പോയിന്റുമായിട്ട് നെതർലാൻഡ് ഒന്നാം സ്ഥാനത്താണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് വരുന്നത്. എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിലെ ഫേവറേറ്റുകളാണ്. അതേപോലെ തന്നെ ഈ വേൾഡ് കപ്പിലെ കറുത്ത കുതിരയാണ് ബ്രസീലിനെ നെട്ടിച്ച ആദ്യ മത്സരത്തിൽ. അതിനുശേഷം സ്കോട്ട്ലാൻഡിനെയും ഹേത്തിയും പരാജയപ്പെടുത്തിയിട്ടാണ്. ഹേത്തിയായിട്ടുള്ള മത്സരം ഗംഭീരമായിരുന്നു, 2-4 വിജയമായിരുന്നു. പക്ഷേ ആദ്യ ഗോളുകൾ അടിയും തിരിച്ചടിയായിട്ട് മൊറോക്കോ ഗംഭീര പെർഫോമൻസ് നടത്തി 4-2 വിജയിച്ചു. അപ്പോൾ മൊറോക്കോന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു ടീമുകൾ മൂന്നും ഇപ്പോൾ ബ്രസീലിന്റെ ആയിക്കോട്ടെ, അതേപോലെ മൊറോക്കോന്റെ ആയിക്കോട്ടെ, അതേപോലെ തന്നെ നെതർലാൻഡ്, ഇവരൊക്കെ ഏകദേശം 10 റാങ്കിങ്ങിനുള്ളിലുള്ള ടീമുകളാണ്. ഇവരൊക്കെ ആദ്യ റൗണ്ട് ഓഫ് 32 ഏറ്റുമുട്ടാണ്. ഇതാണ് ഈ ഒരു പിക്ചറിൽ, ഫിഫയുടെ ഈ ഒരു പിക്ചറിൽ ഏറ്റവും വിഷമിപ്പിക്കുന്ന, ഫുട്ബോൾ ആരാധകരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. എനിക്കും വല്ലാതെ എന്താ പറയുക, ഇതിനൊരു ടീം പുറത്തു പോവാണ്. ഇവര് ഫാൻസ് ഇപ്പോ എന്തു തന്നെ ആയാലും ആ ഒരു കളിയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ, വേൾഡ് കപ്പിൽ നിന്ന് പുറത്താവുന്നു. പിന്നെ പുറത്തു നിന്ന് കളി കാണുക, അത്രേ ഉള്ളൂ. വേറെ ഫാൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് അവസാനിക്കുക എന്നുള്ള കാര്യം. പിന്നെ പരാഗ്വയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പരാഗ്വ ഡി ഗ്രൂപ്പിൽ 3-ാം സ്ഥാനക്കാരായിട്ടാണ്. USA-ക്കും ഓസ്ട്രേലിയക്കും താഴെ 3-ാം സ്ഥാനക്കാരാണ്. ഒരു വിജയവും ഒരു സമനിലയാണ്, 4 പോയിന്റുമായിട്ട് അവര് ബെസ്റ്റ് 3-ാം സ്ഥാനക്കാരായിട്ടാണ് അവര് ഈ ഒരു ഇതിലേക്ക് കയറിയിട്ടുള്ളത്. പക്ഷേ എതിരാളികൾ ജർമ്മനിയാണെന്നുള്ളത്. ജർമ്മനി അട്ടിമറിക്കാൻ പരാഗ്വ കരുത്തുണ്ടോ വെച്ചാൽ ലാറ്റിൻ അമേരിക്കൻ ശക്തികളാണ്, ഒന്നും പറയാൻ പറ്റില്ല, ഫുട്ബോളാണ്. അപ്പോൾ ഈ 3 മത്സരങ്ങളിൽ ആരാണ് വിജയിക്കുക നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചെറിയ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് പുതിയ വിശേഷങ്ങൾ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.